ശിവസിദ്ധു ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കോളിഫ്ലവറും കൊണ്ട് ഒരു റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു കോളിഫ്ലവർ മുഴുവനായുള്ള ഒരു കോളിഫ്ലവർ എടുത്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് വെച്ചേക്കുവാണേ. അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാണികളോ അല്ലെങ്കിൽ പുഴുക്കളോ വല്ലതും ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ഈ കോളിഫ്ലവറിനകത്തൊക്കെ നിറയെ പ്രാണികളൊക്കെ കാണും. അപ്പോൾ അങ്ങനെ ഞാനതൊരു കണ്ണാപ്പ് ഉപയോഗിച്ചിട്ട് ഞാനതങ്ങനെ എടുത്തു മാറ്റുവാണേ. അങ്ങനെ നമ്മുടെ ഈ കോൺഫ്ലവർ ഒന്ന് വറുത്തെടുക്കണേ. വറുത്തിട്ട് പിന്നെ കറി വെക്കുന്നതാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ്. അതിനു വേണ്ടി നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് മൈദ, അത് നമ്മുടെ കോൺഫ്ലവർ എത്രയുണ്ടോ അതിനനുസരിച്ച് മൈദ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇടുക. എന്നിട്ട് നമുക്ക് തരിതരിപ്പായിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി നമുക്ക് ഏത് വേണേലും എടുക്കാം. ഇടിയപ്പത്തിൻ്റെ പൊടിയായാലും എടുത്താൽ മതി. അത് കുറച്ച് മാത്രം മതി, കുറച്ച് എന്ന് വെച്ചാൽ അത് നമ്മുടെ കോൺഫ്ലവറിൻ്റെ എത്രയാണോ അതനുസരിച്ച് അതൊന്ന് കോട്ട് ചെയ്ത് ഇരിക്കുന്ന പരുവത്തിൽ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് അതേപോലെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം. ബാറ്റർ എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം കൂടി പോകാൻ പാടില്ല. നമുക്കതൊന്ന് പിന്നെ നല്ല കോട്ടിംഗ് ആയിട്ട് കിടക്കുകയും വേണം. എന്നാലേ ഇത് നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ എളുപ്പമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് ബാക്കി വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളമെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ കണ്ടോ ഇതേ രീതിയിലാക്കി എടുക്കണം. നമ്മളെന്നാൽ ഒട്ടും വെള്ളം കൂടിപ്പോകാനും പാടില്ല, എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല. കണ്ടോ ഇതേപോലെ നമ്മൾ ഈ ദോശമാവൊക്കെ എടുക്കത്തില്ലേ ആ പരുവത്തിലാക്കി എടുക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ഓരോന്നായിട്ടൊന്ന് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തൊന്ന് എടുക്കണം. എന്ന് വെച്ചാൽ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ മൈദയുടെ കോട്ടിങ് പിടിച്ചിരിക്കണം. ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഇളക്കിയൊന്ന് എല്ലാം ഒന്ന് ഇതുപോലെ തന്നെ എടുക്കണേ. അങ്ങനെ നമ്മൾ എല്ലാ കോളിഫ്ലവറിലും ഈ മസാല പുരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടേ. നമ്മൾ ആ കോളിഫ്ലവറിൻ്റെ ബാറ്റർ കുറച്ച് നേരം അങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്കിത് വഴട്ടുന്ന സമയം വരെ നമുക്കതൊന്ന് മാറ്റി വെക്കാം. അതിന് വേണ്ടി ഞാൻ ഇതേപോലെ ഉരുളിയിൽ കുറച്ച് എണ്ണ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ പെരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകമാണ് പെരിഞ്ചീരകം. അത് ഓരോ നാട്ടിലും ഓരോ പേരിലായിരിക്കും. പെരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ജീരകമല്ല, വലിയ ജീരകം. നമ്മുടെ മസാലയിലൊക്കെ കിട്ടത്തില്ലേ വലിയ ജീരകം, അതാണ് ഇട്ടേക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5 വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ചീരകവും കൂടെ ഞാനൊന്ന് മിക്സിയിലോട്ടൊന്ന് ചതച്ച് എടുത്തേക്കുവാണേ. ഇങ്ങനെ ചതച്ച് നമ്മൾ ആദ്യമേ ഏത് നോൺ വെജ് ആയാലും വെജ് ആയാലും നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്താൽ നമുക്ക് നല്ല മണമായിരിക്കാം മസാലയ്ക്ക് കേട്ടോ. നല്ല പെരിഞ്ചീരകത്തിനൊരു നല്ലൊരു മണമുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് മൂത്തൊന്ന് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഒരു കഷ്ണം പട്ട, ഇതൊക്കെ നിങ്ങളുടെ അനുസരിച്ച് കൂട്ടാം കേട്ടോ. ഒരു ഏലക്ക, അതേപോലെ നമ്മൾ ഇതിലേക്ക് 2 ഗ്രാമ്പു, ഇതെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവസാനം നമുക്ക് മസാല ഇട്ടാലും മതി. അപ്പോൾ ഇതൊരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്. അപ്പോൾ ഒരു ഏലക്കയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് നമ്മൾ ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് 2 സവാള നമ്മൾ ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞു എടുക്കണേ. സവാളയുടെ കൂടെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കറിക്കൊക്കെ ടേസ്റ്റ് കൂട്ടാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ കൊച്ചുള്ളി. കുറച്ച് ഒരു 5-6 കൊച്ചുള്ളിയും കൂടെ ഇട്ടിട്ട് അതും അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയൊന്ന് എടുക്കണം. അപ്പോൾ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഇഴച്ചു കൊടുത്തേക്കണം. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യമേ ഇട്ടത് കൊണ്ടാണ് നമ്മുടെ ആ പിന്നെ ചീനച്ചട്ടിയുടെ അടിഭാഗത്ത് അത് കുറച്ച് പിടിച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് അതപ്പം നന്നായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ 1.5 ടീസ്പൂണ്
മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് കുരുമുളക് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഗരം മസാല നമ്മുടെ ആവശ്യത്തിന് ഗരം മസാലയും കൂടി ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് പച്ചമണമെല്ലാം മാറും വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണേ. എന്നിട്ട് വേണം നമ്മൾ ഇതിനകത്തിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാൻ വേണ്ടി. അപ്പം ഞാൻ 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്ന് വെച്ചാൽ തക്കാളി നന്നായിട്ട് വരണ്ട് അലിഞ്ഞിരിക്കുന്ന പരുവത്തിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ തക്കാളി അങ്ങനെ വഴറ്റിയെടുക്കാൻ പാടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണേ. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കില്ല. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ആ പച്ചവെള്ളത്തിൻ്റെ വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. അങ്ങനെ നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് വരാൻ വേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചൊന്ന് വെച്ച് കുറച്ച് നേരത്തേക്കൊന്ന് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടുവേ. അങ്ങനെ നമ്മുടെ തക്കാളി ഞാനിതേപോലെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി എന്നിട്ട് ഉണ്ടോ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഈ തക്കാളിയെല്ലാം വെന്തുടഞ്ഞൊന്ന് കിട്ടുവേ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ തക്കാളിയെല്ലാം നല്ലതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, നമ്മളിത് റോസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് നമ്മളിതെല്ലാം ഒന്ന് കിട്ടാൻ വേണ്ടി. അപ്പം ആ സമയത്തേക്ക് ഞാൻ എണ്ണയിൽ കോളിഫ്ലവർ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ എടുത്തതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി. അപ്പോൾ കോളിഫ്ലവർ നമുക്ക് ആവശ്യമായ രീതിയിൽ വറുത്തെടുത്തിട്ട് നമ്മൾ ഈ ഗ്രേവിക്കകത്തോട്ട് ഒന്ന് മസാല എല്ലാം ആ കോളിഫ്ലവറിൽ പിടിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് അങ്ങോട്ട് കോട്ട് ചെയ്ത് നന്നായിട്ട് ഇളക്കണം. ഇളക്കുമ്പം സൂക്ഷിക്കണം, അത് പൊടിഞ്ഞു പോകരുത്. നമ്മുടെ കോളിഫ്ലവർ നല്ല മുരിഞ്ഞ കോളിഫ്ലവറാണ്. ആ കോളിഫ്ലവർ നമുക്ക് കഴിക്കാൻ തന്നെ തക്കാളി സോസൊക്കെ കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഉടഞ്ഞു പോകാതെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ എടുത്തിട്ട് ഈ പരുവത്തിന് മതിയെങ്കിൽ നമുക്കിതുപോലെ അങ്ങ് കഴിക്കാം. എന്നിട്ട് ഇതിനകത്ത് ഉപ്പും മസാലയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതല്ല നമുക്കിത് ഇച്ചിരി കൂടി ഒന്ന് വെന്ത് കിട്ടണം. ചിലവർക്ക് കോളിഫ്ലവർ നന്നായിട്ട് വെന്തുടയുന്ന ഇഷ്ടമാണ്, ചിലർക്ക് അത്രയ്ക്ക് അങ്ങ് കോളിഫ്ലവർ വേവാതെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോഴേ അതൊരു പകുതിയും വേവും. ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 പച്ചമുളകും ഞാൻ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് കുറച്ച് തക്കാളി സോസ് 1 ടീസ്പൂൺ ചേർത്താൽ മതി. 1 ടീസ്പൂണ് തക്കാളി സോസും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം. എൻ്റെ കയ്യിൽ തക്കാളി സോസ് കുറച്ച് കുറവായിരുന്നേ, അപ്പം കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂണ് പോലും തികച്ചില്ലായിരുന്നു. അതിന് പകരം നമുക്ക് തക്കാളി സോസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി, ആ ഉപ്പും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ. അത് ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നമ്മളിങ്ങനെ മസാല റോസ്റ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. ഈ നമ്മൾ ഗ്രേവിയാക്കി കഴിക്കുന്നതിനേക്കാട്ടിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി നല്ല ടേസ്റ്റ്. അവസാനം ഉണ്ടെങ്കിൽ ഒരു തക്കാളി നമ്മളിതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാൻ കേട്ടല്ലോ, നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മളിത് കഴിക്കുന്ന സമയത്ത്. അപ്പം നമ്മളിത് ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാം, നല്ലതാണ്. ചോറിൻ്റെ കൂടെ വരെ നമുക്കിതുപോലെ കഴിക്കാം. എന്നിട്ട് അവസാനം എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയിലയും കൂടി ഉണ്ടായിരുന്നേ, അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് നമ്മളിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണേ. അടച്ച് വെച്ച് കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇട്ട കറിവേപ്പില, മല്ലിയില, പച്ചമുളക് ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് അങ്ങനെ അതിലങ്ങ് പിടിക്കും. എന്നിട്ട് നമ്മളിത് ചപ്പാത്തിലൂടെയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ബെസ്റ്റായിരിക്കും. നമുക്ക് പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബെസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. വെജിറ്റേറിയൻകാർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട്
കഴിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ കോളിഫ്ലവർ വറുത്തിട്ടല്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ കോളിഫ്ലവർ വറുത്തത് കൊണ്ട് നല്ല ഒരു രുചിയാണ്. പച്ചയ്ക്ക് കോളിഫ്ലവർ ഇടുന്നതിനേക്കാട്ടിലും നമ്മൾ ഇതേപോലെ ഒന്ന് വറുത്തിട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതേപോലെ ശിവസിദ്ധു ക്രിയേഷൻസ് എന്ന ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.